അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പെട്രോൾ താറുണ്ട്, സോഫ്റ്റ് ടോപ്പ്. കൂടെ ഇത് മാരുതി ജിംനിയാണ്, ജിംനിയുടെ 5 ഡോർ വേർഷൻ. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ജിംനി വേണോ അതോ താറോ. മഹീന്ദ്രയുടെ പുതിയ താർ തീർത്തും ഒരു ലൈഫ് സ്റ്റൈൽ 4x4 ഓഫ് റോഡറാണ്. എന്ന് വെച്ചാൽ ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും തുല്യമായിട്ട് പ്രവർത്തിക്കുന്നൊരു വണ്ടി. ഇപ്പോൾ ഒരു ഗ്രില്ല് മാത്രമാണ് ജീപ്പ് വൈബ് കുറച്ച് കുറവായിട്ടേക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ സോഫ്റ്റ് ടോപ്പ്, ഹാർഡ് ടോപ്പുകളുണ്ട്. അത് മാത്രമല്ല ഡീസൽ പെട്രോൾ മോഡലുകളുണ്ട്, ഓട്ടോമാറ്റിക് മാനുവലുണ്ട്, 2 വീൽ ഡ്രൈവ് ഉണ്ട്. ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എന്ന് താറിനെ വിളിക്കാവുന്നതാണ്. അത് മാത്രമല്ല കംഫർട്ടിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ പഴയ താറുമായിട്ട് അജഗജാന്തരമായിട്ട് വന്ന പുതിയ താറിന് തീർത്തും ഒരു നല്ല ജനകീയത കിട്ടിയെന്ന് മാത്രമല്ല ഓഫ് റോഡ് വാങ്ങുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട വണ്ടി എന്ന നിലയിലേക്ക് താർ മാറി എന്നുള്ളതാണ്. ലക്ഷറി കാറുകളിലെ വീട്ടിലെ ഇന്നോവ എന്ന പോലെ ഒരു ഓഫ് റോഡിന് വേണ്ടി ഒരു വണ്ടി താർ വാങ്ങിയിടുന്ന ആ ഒരു കാര്യം ശരിക്കും പ്രാവർത്തികമായി എന്നുള്ളത് കൂടി താറിൻ്റെ വരവോട് നമ്മൾ കണ്ട കാര്യമാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുമെന്നുള്ളായിരുന്നു ജിംനിയുടെ കാര്യം. ജിംനി വന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടാണ്. ഇപ്പോൾ താറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡോറുകൾ 5 ഉണ്ട്, 4 ആ ഒരു ടെയിൽഗേറ്റും. അത് മാത്രമല്ല ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു കംഫർട്ട് കൂടുതൽ ജിംനിക്കാണെന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല ആ ഒരു ജിംനിയുടെ യൂസ് കേസ് എന്ന് പറയുന്നത് ചെറിയ റോഡിലൂടെയും കുഞ്ഞ് വഴികളിലൂടെയും കുഞ്ഞ് ഓഫ് റോഡ് ഓപ്ഷനുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഡയമെൻഷനിലും ആ ഒരു ചെറുപ്പമുള്ളതുകൊണ്ട് ഒരു ചെറിയ ഹാച്ച് ബാക്ക് വാങ്ങുന്ന ഒരാൾക്ക് ഓടിച്ചു കൊണ്ട് നടക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ജിംനിയെ കാണാമെന്നുള്ളതാണ്. ജിംനിക്ക് ഇപ്പോൾ താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ എഞ്ചിൻ ഇല്ല, ഒന്നാമത്തെ കാര്യം. സോഫ്റ്റ് ടോപ്പ് ഇല്ല, ഹാർഡ് ടോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസങ്ങൾക്ക് എന്തായാലും ഫീച്ചേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ വരാം. അത് മാത്രമല്ല ജിംനി താറുമായിട്ട് കമ്പയർ ചെയ്യാൻ ആ ഒരു പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒറ്റ വാക്കിലല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം സൈസ് കൊണ്ടാണെങ്കിലും ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഡോറിൻ്റെ കാര്യമാണെങ്കിലും ജിംനിക്ക് കുറച്ച് കൂടുതലും താറിന് കുറച്ച് കുറവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ താറിന് കുറച്ചധികം കൂടുതലും ജിംനിക്ക് കുറച്ചധികം കുറവുണ്ട്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ വെഹിക്കിളുകൾ പ്രോപ്പർ ഓഫ് റോഡർ എന്ന് വിളിക്കാൻ ശരിക്കും ആ ഒരു വിളിക്കാൻ അർഹതയുള്ള വണ്ടി എന്ന നിലയ്ക്ക് ജിംനി കാണാവുന്നതാണ്. ജിംനി താറിനൊരു എതിരാളിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓഫ് റോഡിൽ തീർത്തും പകരം വയ്ക്കാനില്ലാത്ത ഒരു ക്യാപ്പബിലിറ്റീസും അതുപോലുള്ള ഏത് ഒബ്സ്റ്റിക്കിളും താണ്ടാൻ തക്കവണ്ണമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വലിയ വീലുകളും ആ ഒരു മാച്ചോ ലുക്ക് എന്ന് വെച്ചാൽ ആര് കണ്ടാലും നോക്കുന്ന റോഡ് പ്രസൻസും ഒക്കെ താറിൻ്റെ ആ ഒരു കാര്യങ്ങളാണ്. താറിൻ്റെ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു വലിയ കാർ ഓടിക്കുന്ന ഫീലുള്ള ഒരു വണ്ടി തന്നെയാണ് താറ്. പക്ഷേ ജിംനിക്ക് തീർത്തും ആ ഒരു ബോഡി റോളിൻ്റെ കുറവും ശരിക്കും പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു ഓഫ് റോഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലും ഇരിക്കാനുള്ള സുഖവും കുറച്ചധികം കൂടുതലാണെന്ന് കാണാം. അത് മാത്രമല്ല താറിൻ്റെ ആ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരി കൂടി കംഫർട്ട് ലെവൽ കൂടിയ വണ്ടി തന്നെയാണ് ജിംനി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സീറ്റാണെങ്കിലും സസ്പെൻഷൻ സെറ്റപ്പൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഒരു ലേണിംഗ് കർവുണ്ട് താർ ഓടിക്കാനായിട്ട്. അപ്പോൾ കാർ ഓടിക്കുന്ന ആൾ അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് ഓടിക്കുന്ന താർ കയറി കഴിഞ്ഞാൽ താറിനെ ഒന്നും എടുക്കാനായിട്ട് ഇത്തിരി സമയമെടുക്കും. പക്ഷേ ശരിക്കും ഒരു വാഗണാർ ഓടിക്കുന്ന ആൾക്ക് പോലും ഫീൽ ഹോം ആണെന്നുള്ള ഫീലാണ് ജിംനിക്ക്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് അധികം ഒരു എഫേർട്ട് എടുക്കാനോ അധികം ഒരു പഠിക്കാനുള്ള സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ്. സ്റ്റിൽ ഓഫ് റോഡ് വേറൊരു ഗെയിമാണ്, അതിനകത്ത് കുറച്ച് സ്കില്ല് വേണം. പക്ഷേ ഞാൻ പറയുന്നത് തീർത്തും പെട്ടെന്ന് സ്വാപ്പ് ചെയ്ത് ഓടിക്കാൻ തക്കവണ്ണം പര്യാപ്തമായ വണ്ടി എന്ന നിലയ്ക്ക് ജിംനി ഒരു നല്ല ഓഫ് റോഡറാണ്. ആ ഒരു ഓഫ് റോഡറാണ് എന്നതുകൊണ്ട് തന്നെയാണ് ജിംനി താറുമായിട്ട് എന്താ പറയുക കട്ടയ്ക്ക് നിൽക്കാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 2 വണ്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പ്രശ്നങ്ങളെക്കാൾ ഉപരി സവിശേഷത കാര്യം ആദ്യം പറയാം. അതായത് സോഫ്റ്റ് ടോപ്പ്, റിമൂവബിൾ സോഫ്റ്റ് ടോപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ താറിൻ്റെ ഒരു സവിശേഷതകളുടെ കൂട്ടത്തിൽ പറയാമെങ്കിൽ ഈ ഒരു മീഡിയ സ്ക്രീനൊക്കെ 2 വണ്ടിക്കും കാണാം. അതുമാത്രമല്ല സീറ്റുകൾ അത്യാവശ്യം പ്ലഷാണ് 2 വണ്ടിയുടെയും. ഇപ്പോൾ 3 ഡോറായ ആ ഒരു വണ്ടിയുടെ പരിമിതികളുണ്ട് ആ ഒരു താറിനെങ്കിൽ കൂടി 5 ഡോറാണ് എന്നുള്ള കാര്യത്തിലുപരി ആ ഒരു സീറ്റിന് ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റുകളൊന്നും തന്നെ ജിംനിക്കും പറയാനില്ല. അപ്പോൾ 2 വണ്ടികൾക്കും പരിമിതികളുണ്ട്. എന്നാൽ ഈ 2 വണ്ടികളുടെയും പ്രശ്നങ്ങളെക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ഗുണങ്ങളിലേക്കാണ് നമ്മൾ എപ്പോഴും നോക്കി കാണേണ്ടത്. ഇപ്പോൾ ഓഫ് റോഡ് വണ്ടി വാങ്ങുമ്പോൾ ഇപ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഓഫ് റോഡ് വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് ഓഫ് റോഡ് ചെയ്താൽ മാത്രം പോരാ, ഓഫ് റോഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് എത്തുക കൂടി വേണം. അപ്പോൾ വണ്ടി ഓടിച്ച് അവിടെ വരെ എത്തി അവിടെ നിന്ന് ഓഫ് റോഡ് ചെയ്യണം. ആ ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. കാരണം ഹൈവേയിലൂടെ ഓടിച്ച് പോയിട്ട് ആ ഒരു ഒബ്സ്റ്റിക്കുള്ള സ്ഥലത്തെത്തി ഓഫ് റോഡ് ചെയ്ത് തിരിച്ച് വണ്ടിക്കൊന്നും പരിക്കൊന്നുമില്ലാതെ ക്ഷീണമില്ലാണ്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഈ 2 വണ്ടികളും ഈ 2 കാര്യത്തിലും പര്യാപ്തമാണെന്നുള്ളതാണ്. നിങ്ങളുടെ ഒറ്റയാനാണെങ്കിൽ നിങ്ങൾക്ക് താറ് മതി, കാരണം നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് യൂസ് ചെയ്ത് ബാക്ക് സീറ്റിൽ ലഗേജ് വെച്ച് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങളൊരു ഒറ്റയാനല്ല, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ട്, അതായത് സുഹൃത്ത് വലയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജിംനി ആയിരിക്കും കൂടുതൽ ചേരാം. ഇപ്പോൾ 4 പേർക്ക് ഇരിക്കാം, 4 പേർക്ക് ഇരുന്നാലും അത്യാവശ്യം ലഗേജ് വയ്ക്കാനുള്ള സ്ഥലം പിന്നിലുണ്ട് എന്നുള്ളത്
താറിനേക്കാൾ കൂടുതൽ ജിംനിക്ക് ആ ഒരു ബെനിഫിറ്റാണ്. അത് മാത്രമല്ല ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഒരിത്തിരി ഒന്ന് അഗ്രസീവായിട്ട് ഓടിച്ചാലും ബോഡി റോളിൻ്റെ ഒരു കുറവ് അതും ജിംനിയുടെ കാര്യമായിട്ട് പറയാം. ഇപ്പോൾ താറിന് അതർ ഹാൻഡ് ഇപ്പോൾ സോഫ്റ്റ് ടോപ്പ് റിമൂവ് ചെയ്താൽ കിട്ടുന്ന ഒരു കൂൾ ഫാക്ടർ ഉണ്ട്. അത് മാത്രമല്ല ഒരു വലിയ വണ്ടിയാണെന്ന നിലയ്ക്ക് നമുക്ക് ഒരു റോഡ് പ്രസൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ മുന്നിലെ വണ്ടികളെ ഒന്ന് ഫ്ലാഷ് അടിച്ച് കാണിച്ചാൽ വരെ നമുക്ക് മുന്നിൽ നിന്ന് മാറി തരുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും. അങ്ങനെ രണ്ട് വണ്ടികൾക്കും വണ്ടികളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് തീർത്തും ഒരു ഓഫ് റോഡർ മാത്രം മതി എന്നുള്ളൊരു മൈൻഡിൽ വാങ്ങുന്ന ആളുകൾക്കല്ല, പകരം റോഡിലൂടെ കൂടി ഓടിക്കണം എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ കൂടിയുള്ള വണ്ടികളാണ് ഇവ രണ്ടും. പഴയ താറാണെങ്കിൽ അതല്ല ഇപ്പോൾ ജിപ്സി ആണെങ്കിൽ രണ്ട് വണ്ടികളുടെയും ആ ഒരു എന്താ പറയുക മുൻഗാമികളാണല്ലോ. അപ്പോൾ അതിനൊക്കെ തന്നെയും ആ ഒരു പരിമിതി ഉണ്ടായിരുന്നു, റുഡിമെൻ്ററി ആയിട്ടുള്ള റൈഡും. കാരണം ആ ഒരു വണ്ടിക്കകത്തിരുന്ന നടുവേദനിക്കും എന്നുള്ള പ്രശ്നങ്ങളും അങ്ങനെ കുറേ അധികം കാര്യങ്ങളുള്ള ഒരു കാര്യമായിരുന്നു. അത് മാറിയിട്ട് ഒരിത്തിരി കൂടി കാർലൈക്കായി രണ്ട് വണ്ടികളും എന്നുള്ളതാണ് ഈ രണ്ട് വണ്ടികളുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇക്കാര്യത്തിലാണ് ജിംനി താറിൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി പോകുന്നത്. കാരണം താറിലിരിക്കുന്നത് ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതായത് ഞാൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു എഞ്ചിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഡീസലും പെട്രോളുമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്താം. അങ്ങനെ പറയുമ്പോൾ ഏറെക്കുറെ 150 bhp ആണ് താറിൻ്റെ പവർ. അത് മാത്രമല്ല 320 Nm ടോർക്കുമുണ്ട്. ദ അതർ ഹാൻഡ് ജിംനിയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത് ആദ്യം ആ ഒരു K15B എഞ്ചിൻ്റെ അതായത് 1.5 ലിറ്റർ എഞ്ചിൻ്റെ ആ ഒരു സ്പെക്ക് പറയുമ്പോൾ ശരിക്കും 104 bhp 132 Nm ടോർക്കുമുള്ള ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് അത് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിൽ താറിലെ ആ ഒരു 2 ലിറ്റർ എന്ന് പറയുന്നത് ടർബോ ചാർജറാണ് എന്നുള്ളതാണ്. അപ്പോൾ പവറിലും പെർഫോമൻസിലും മുന്നിട്ട് നിൽക്കുന്നത് താറാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പവറിൻ്റെ കാര്യത്തിൽ താറിനാണ് മുൻതൂക്കം. വെറും മുൻതൂക്കമല്ല, വലിയ മുൻതൂക്കം. ഗിയർ ബോക്സിനുമുണ്ട് ഇതേ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ മാനുവൽ, ഓട്ടോ, ഇതാണല്ലോ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ട് വണ്ടിയും ടോർക്കണോട്ടാണ് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗിയർ ബോക്സ്. അങ്ങനെ പറയുമ്പോൾ പഴയ ആ ഒരു K15Bയുടെ പഴയ ഗിയർ ബോക്സ് ആയിട്ടുള്ള 4 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് ജിംനിയിൽ. പക്ഷേ ആ ഒരു ഗിയർ ബോക്സിന് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ താറിൻ്റെ 6 സ്പീഡ് ഗിയർ ബോക്സ് ഇത്തിരി കൂടി എന്താ പറയുക ഫാസ്റ്റ് ആണെന്നുള്ളത്. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ എന്തായാലും ജിംനിക്കാണ്. കാരണം ആ ഒരു സൈസും ടർബോയുമുള്ള താറിന് എഫിഷ്യൻസി കുറവാണ്. കാരണം എഫിഷ്യൻസിയൊക്കെ കൂടുതൽ ആ ഒരു പവറിനാണ് ആ ഒരു വണ്ടിക്ക് മുൻതൂക്കം എന്നുള്ളതാണ്. 3 ഡോർ ജിംനി ഒരു ഐക്കൺ ആയതുകൊണ്ട് തന്നെ 5 ഡോർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും വിലയ്ക്കായിട്ടായിരുന്നു ആളുകൾ കാത്തിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ജിംനിയുടെ വില കണ്ടപ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഇത്തിരി ഓവർ പ്രൈസ് ആയിട്ട് തോന്നി. ടോപ്പിൻ്റെ ഒരു വില മാത്രം പറയാം. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് AT ആൽഫ 15,05,000 രൂപയിലാണ് ആ ഒരു എക്സ്ഷോറൂം പ്രൈസ്. മഹീന്ദ്ര താറാണ്. ഈ താറിന് ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഡീസലും അല്ലെങ്കിൽ ആ ഒരു 2 വീൽ ഡ്രൈവുകളും ഒഴിവാക്കിയിട്ട് പറയാണ്. 16,10,000 രൂപയോളമാണ് ആ ഒരു പെട്രോൾ ATയുടെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വില നോക്കുമ്പോൾ ഒരു വലിപ്പ കൂടുതലുള്ള വണ്ടി, ഒരു വലിയ വണ്ടി എന്ന നിലയ്ക്ക് താറിൻ്റെ വില അത്ര കൂടുതലായിട്ട് തോന്നുന്നില്ല. ചെറിയ വണ്ടി എന്ന നിലയ്ക്ക് ആ ഒരു ജിംനിയുടെ വില അത്ര കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാടൊന്നും ഓവർ പ്രൈസ് അല്ല ജിംനി. പക്ഷേ കുറച്ച് ഓവർ പ്രൈസിലാണ് താനും. അപ്പോൾ ഒന്നുമില്ല, ജിംനി എന്ന് പറയുന്നത് ജിംനിയുടെ 5 ഡോർ എന്ന് പറയുന്നത് കുറച്ചുകൂടി യൂസബിളാണ്. സിറ്റി യൂസിനൊക്കെ ഈസിയാണ് കാര്യങ്ങൾ. അത് മാത്രമല്ല ഓഫ് റോഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഒരിത്തിരി ഓവർ പ്രൈസ് ആണെങ്കിൽ കൂടി ആ ഒരു പൈസ വർത്താണെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും. എനിക്കും അങ്ങനെ തോന്നി. അത് മാത്രമല്ല താറിൻ്റെ കാര്യത്തിൽ ഒരിത്തിരി കൂടി റോഡ് പ്രസൻസും ഒരിത്തിരി കൂടി എന്താ പറയുക ഒരു പവർഫുൾ ആയിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്ക് താറിന് ആ ഒരു അറ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി ഒരു വിഷയമല്ല എന്നുള്ളൊരു കാര്യമാണ്. ഹൈവേ റൈഡിലുള്ള ഒരു എന്താ പറയുക ഡിസ്കംഫർട്ടിൻ്റെ ഒരു അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരിത്തിരി കുറവ് വലിയ കാര്യമല്ല എന്നാണെങ്കിൽ താറ് ഒരു അടിപൊളി പിക്കാണ്. കാരണം താറിൻ്റെ ഒരു 5 ഡോർ വരുന്നെന്ന് കേൾക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു 3 ഡോറിലാണെങ്കിൽ തന്നെ ബാക്ക് സീറ്റിൻ്റെ യൂസ് ഒക്കേഷണലി യൂസ് ചെയ്താൽ ഫ്രണ്ടിൽ 2 സീറ്റ് യൂസ് ചെയ്തിട്ട് പിന്നിൽ ലഗേജ് വെച്ച് നമുക്ക് ലാവിഷായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. ബാക്കിൽ ആ ഒരു ഡോറിൻ്റെ ഗ്ലാസ് മാത്രം പൊക്കി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോഫ്റ്റ് ടോപ്പും അത്യാവശ്യം നല്ല കൂളാണ്. ഇനി ജിംനി ആണെങ്കിൽ ജിംനിക്ക് ആ ഒരു 5 ഡോറുകൾ യൂസ് ചെയ്യാന്നുള്ളതും ഡിക്കിയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്നുള്ളതും 4 സീറ്റുകൾ ഇരുന്ന് യാത്ര ചെയ്യാമെന്നുള്ളതും അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊണ്ടുനടക്കാമെന്നുള്ള ഒരു ഗുണമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഓഫ് റോഡാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡിൻ്റെ ആ ഒരു അജിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ എന്തായാലും ജിംനി ആയിരിക്കും മേടിക്കുക. അതല്ല ഒരിത്തിരി റോഡ് പ്രസൻസ് വേണം, ഒരിത്തിരി എന്താ പറയുക ഒരിത്തിരി മാച്ചോ ലുക്ക് വേണം, ജീപ്പാണ് ഇഷ്ടമെങ്കിൽ, ഒരു ജീപ്പ് ലവർ ആണെങ്കിൽ താറാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം അത് വേറൊരു വീഡിയോയിൽ പിന്നെ പറയാം. ഇല്ല, ഇതിൽ നമ്മളില്ല, കണ്ടാൽ മതി, നമുക്ക് പെട്രോൾ എഞ്ചിൻ ഇല്ല.